ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ജാനി ഉണ്ണിയേട്ടനും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇനി നമ്മളൊരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ ഹൈദരാബാദ് ടൗണിലെത്തും എന്നാണ് പറഞ്ഞത്. ഹൈദരാബാദ് ടൗണിൽ ട്രാഫിക് കൂടുതലായതുകൊണ്ട് ഈ വോൾവോ ബസ്സും ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും ടൗണിലേക്ക് കടത്തി വിടില്ല. അപ്പോൾ നമ്മളിവിടെ ഹൈദരാബാദ് എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലത്ത് പാസഞ്ചേഴ്സിനെ എല്ലാവരെയും ഇറക്കുന്ന പറഞ്ഞത്. അങ്ങനെ കല്ലടേൻ്റെ തന്നെ ചെറിയൊരു മിനി ബസ് വന്നു നമ്മളെ ഹൈദരാബാദ് ടൗണിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. എല്ലാ പാസഞ്ചേഴ്സും വോൾവോ ബസ്സിൽ നിന്ന് ഈ മിനി ബസ്സിലേക്ക് കയറി. അങ്ങനെ നമ്മളെ സ്റ്റോപ്പ് ഏതാണെന്ന് വെച്ചാൽ ആ സ്റ്റോപ്പിലേക്ക് നമ്മളെല്ലാവരും കൊണ്ടുവന്നാക്കും. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് എത്തിയിട്ടോ. നമ്മൾ ഹൈദരാബാദ് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ റൂം എടുത്തത്. അങ്ങനെ ഫ്രഷ് ആയി കഴിഞ്ഞ് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഹോട്ടലിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നേരെ കാണുന്നത് ഇവിടുത്തെ ഹൈദരാബാദിലെ സെക്രട്ടേറിയറ്റ് ആണ്. ഗൈസ്, അപ്പോൾ നമ്മളത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടിയാണ് പോണത്. ഞങ്ങളിപ്പോൾ NTR ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി കണ്ട കാഴ്ചയാണ്. നിറച്ച് വവ്വാലുകൾ തൂങ്ങിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ NTR ഗാർഡൻ്റെ അവിടെ കേട്ടോ വന്നിരിക്കുന്നത്. എൻട്രൻസ് ആണിത്. ഇവിടെ ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ആണ്. ചെക്കിംഗ് ഒക്കെ ഉണ്ട്. എൻട്രൻസ് ടിക്കറ്റ് വരുന്നത് അഡൾട്ടിന് 20-ഉം ചൈൽഡിന് 10-ഉമാണ്. അങ്ങനെ നമ്മൾ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കടന്നു. അണ്ടർ വാട്ടർ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏട്ടനും ജാനി ഈ ഒരു റൈഡിൽ കയറി. ഇത് മട്ക കുൽഫിയാണ് കേട്ടോ. 70 രൂപയാണിത് ഒന്നിന്. നോക്കട്ടെ ഞാൻ കണ്ടില്ല, ഒരു കലത്തിൻ്റെ ഉള്ളിൽ കുൽഫി. കലം കടിക്കാൻ പറ്റൂല. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് കയറിട്ടോ. ഇത് BR അംബേദ്കറിൻ്റെ സ്റ്റാച്യു ആണ് കേട്ടോ. NTR ഗാർഡനിലുള്ളതാണ്. അങ്ങനെ ഞങ്ങളിവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ.
നിങ്ങളുടെ ഗാർഡനിൽ തന്നെ ഇരിക്കുന്നത്. ഈ ഗാർഡൻ്റെ പേര് കൊഹിനൂർ ഗാർഡൻ എന്നാണ്. ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതാ NTR പാർക്കിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതാ രണ്ടാളും കോളേജ് കൂടി പോകണം. അങ്ങനെ ഞങ്ങൾ പാർക്കിന്റെ പുറത്തേക്ക് എത്തി. ഇനി നേരെ റൂമിലേക്ക്. അങ്ങനെ ഇതാ നമ്മൾ NTR പാർക്കിൻ്റെ പുറത്തിറങ്ങി. ഇതാ അവിടെ ഒരാൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുകയാണ്. നല്ലൊരു അടിപൊളി ചിക്കൻ ന്യൂഡിൽസ് ആയിരുന്നു കേട്ടോ. ജാനി പാത്രം അതാ കാലിയാക്കി. അപ്പോൾ ഇതാ NTR പാർക്കിൻ്റെ പുറത്ത് തന്നെയാണ് ഉള്ളത് ഈ സ്ട്രീറ്റ് ഫുഡ് കോർണർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ന്യൂഡിൽസ്. ഇനി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അത് ഇനി കുറച്ചൊന്ന് വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഗൈസ്, അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് ലുംബിനി പാർക്കിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണിത്. ഇപ്പോൾ രാത്രിയാണ് ഇവിടെ ആളുകൾ വരിക. നല്ല തിരക്കാണ്. ഇത് നമ്മളെ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ പാർക്ക് വരുന്നത്. സെക്രട്ടേറിയറ്റ് രാത്രിയായപ്പോൾ കണ്ടില്ലേ, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. ഇത് 9 മണിക്ക് ക്ലോസ് ചെയ്യും. രാവിലെ 9 മണിക്ക് ഓപ്പൺ ആണ്. രാത്രി 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ജാനി ഗൈസ്, അങ്ങനെ നമ്മൾ ലുംബിനി പാർക്കിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് ലേസർ വാട്ടർഫോൾസ് ആണത്. അങ്ങനെ അത് അച്ഛനും മോളും എപ്പോഴും കയറുള്ള റൈഡിലേക്ക് പോകട്ടോ.
നമ്മൾ ബോട്ടിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബോട്ടിൽ കയറി. അപ്പോൾ ഇത് ഡാൻസിങ് ബോട്ടാണ് കേട്ടോ. ഇതിൽ കുറച്ച് ഡാൻസേഴ്സ് ഉണ്ട്. അവർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാൻസ് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇത് ഒരു തടാകമാണ് കേട്ടോ. ഇതൊരു മനുഷ്യനിർമ്മിത തടാകമാണ്. ഇതിൻ്റെ പേര് ഹുസൈൻ സാഗർ എന്നാണ്. അപ്പോൾ ഡാൻസ് അതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡാൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാനിയാണെങ്കിൽ പുറത്തെ കാഴ്ചകളും ഒക്കെ കണ്ടങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവരെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഇവർ നമ്മളെ കുട്ടികളെ കൊണ്ട്, ബോട്ടിലുള്ള കുട്ടികളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. അങ്ങനെ നമ്മളെ കുട്ടികൾക്കും പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ജാനി പോകാൻ കുറച്ച് മടിച്ചു നിന്നെങ്കിലും പിന്നെ എല്ലാവരും കളിക്കുന്നത് കണ്ടപ്പോൾ ജാനിയും പോയി കളിച്ചു. അങ്ങനെ കുട്ടികളിവിടെ തകർത്ത് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അവർക്ക് ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കാട്ടിക്കൊടുക്കുന്നതിനനുസരിച്ച് എല്ലാവരും നല്ല രസത്തിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് നമ്മളെ തെലുങ്കാന ഹൈദരാബാദിലെ സെക്രട്ടേറിയറ്റ് ആണ്. രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാനായിട്ട്. ശരിക്കും താജ്മഹലൊക്കെ കാണുന്നത് പോലെ ഉണ്ട്. അപ്പോൾ രാത്രി ഹുസൈൻ സാഗറും കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു, ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഇതാ ജാനി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ പുറത്തേക്ക് വന്നു. കണ്ടില്ലേ സെക്രട്ടേറിയറ്റ്. അങ്ങനെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ജാനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി ഒന്ന് ചുറ്റണം, ഹൈദരാബാദി ബിരിയാണി കഴിക്കണം. അങ്ങനെ നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ അവിടെ നിന്നു. സെക്രട്ടേറിയറ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു. ആ രാത്രി പറയാൻ കഴിയില്ല, അത്ര ഭംഗിയാണ് രാത്രി കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഒക്കെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ അതാ കുറേ മാങ്ങയൊക്കെ വിൽക്കണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ് കേട്ടോ. അങ്ങനെ ഒരു മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടത് അത് വാങ്ങി കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നേരെ ഹൈദരാബാദി ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ഇനി നമ്മൾ ബിരിയാണി കഴിക്കട്ടെ. അങ്ങനെ ഇതാ നമ്മളെ ഹൈദരാബാദി ബിരിയാണി എത്തിട്ടോ. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ അതാ നമ്മളെ ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ അതാ ബിരിയാണി കഴിച്ച എനർജിയാണ് കേട്ടോ. ജാനിയുടെ വക ഒരു ഡാൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.